പണ്ട് ഭാരതത്തിൽ അംബരീഷൻ എന്നൊരു രാജാവ് ഭരിച്ചിരുന്നു. അദ്ദേഹത്തെ രക്ഷിക്കാൻ വിഷ്ണു ഭഗവാൻ തന്റെ സുദർശന ചക്രം കൊട്ടാരത്തിൽ വെച്ചിരുന്നു. ഒരു ദിവസം ദുർവാസ മഹർഷി രാജാവിനെ സന്ദർശിച്ചു. അന്ന് ഏകാദശി വ്രതം കഴിഞ്ഞ രാജാവ് മഹർഷിയെ ആദരിച്ചു, ഭിക്ഷയ്ക്ക് ക്ഷണിച്ചു. മഹർഷി കുളിക്കാൻ പോയതോടെ വൈകി. വ്രതം അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞതിനാൽ പണ്ഡിതരുടെ ഉപദേശപ്രകാരം രാജാവ് ജലം കുടിച്ച് വ്രതം പൂർത്തിയാക്കി. തിരിച്ചു വന്ന മഹർഷി ഇത് അപമാനമായി കരുതി കോപിഷ്ഠനായ ദുർവാസാവ് മഹർഷി തന്റെ ജട പറിച്ചെടുത്ത് നിലത്ത് ആഞ്ഞടിച്ചു. അപ്പോൾ തീജ്വാല വമിക്കുന്ന കണ്ണുകളോടുകൂടിയ കറുത്ത ഒരു ഭീകരരൂപം ഉണ്ടായി. കൃത്തിക എന്നാണവളുടെ പേര്. കൃത്തിക രാജാവിനെ വിഴുങ്ങുന്നതിനായി പാഞ്ഞെടുത്തു. രാജാവിന് ഒരു ഭയവും തോന്നിയില്ല. പക്ഷേ സുദർശനചക്രം പാഞ്ഞുവന്ന് തന്റെ രശ്മികൾ കൊണ്ട് കൃത്തികയെ ഭസ്മമാക്കി. എന്നിട്ട് ദുർവാസാവ് മഹർഷിയുടെ നേരെ തിരിഞ്ഞു. മഹർഷി പേടിച്ച് ഓടി കൈലാസത്തിൽ ശിവന്റെ അടുത്തെത്തി അഭയം അഭ്യർത്ഥിച്ചു. ശിവൻ പറഞ്ഞു സുദർശനചക്രത്തോട് എതിരിടാൻ തനിക്ക് കഴിവില്ല എന്ന്. ദുർവാസാവ് അവിടെ നിന്നും ബ്രഹ്മാവിന്റെ അടുത്തേക്കോടി. പക്ഷേ മഹർഷിക്ക് അവിടെയും അഭയം കിട്ടിയില്ല. പിന്നെ സുദർശനചക്രത്തിന്റെ ഉടമയായ വിഷ്ണു ഭഗവാന്റെ അടുത്തുതന്നെ ചെന്നു തന്നെ രക്ഷിക്കണമെന്നപേക്ഷിച്ചു. എന്നാൽ വിഷ്ണു ഭഗവാൻ പറഞ്ഞതെന്താണെന്നോ, ഞാൻ എന്റെ ഭക്തന്റെ അടിയാളാണ്, അംബരീഷനോട് തന്നെ അഭയം തേടുക എന്നു പറഞ്ഞു. പിന്നെ മഹർഷിയെ, ഒരു കാര്യം കൂടി മനസ്സിലാക്കൂ. തപസ്സും യോഗശക്തിയും എല്ലാം ഉണ്ടെങ്കിലും വിനയം ഇല്ലെങ്കിൽ അതെല്ലാം നിഷ്ഫലമാണ്. ഇത്രയും കേട്ടപ്പോൾ മഹർഷി പശ്ചാത്താപത്തോടുകൂടി അംബരീഷ മഹാരാവിന്റെ കൊട്ടാരത്തിലെത്തി. ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഒരു വർഷം കഴിഞ്ഞിരുന്നു. അവിടെ ചെന്നപ്പോൾ ദുർവാസാവ് മഹർഷി കണ്ടതാണ്. രാജാവ് മഹർഷിയെ പ്രതീക്ഷിച്ച് അന്ന് നിന്നിടത്തു തന്നെ നിൽക്കുകയാണ്. മഹർഷി രാജാവിന്റെ കാൽക്കൽ വീണ് രക്ഷക്കായി അഭ്യർത്ഥിച്ചു. അപ്പോൾ രാജാവ് സുദർശനചക്രത്തോട് അപേക്ഷിച്ചു. ഞാൻ എന്തെങ്കിലും തപസ്സോ പുണ്യമോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശക്തി ഞാൻ സമർപ്പിക്കുന്നു. ഹേ സുദർശനചക്രമേ, ശാന്തമാകൂ. ഉടൻ തന്നെ സുദർശനചക്രം ശാന്തമായി. മഹർഷിയെ രാജാവ് വേണ്ടവണ്ണം സൽക്കരിച്ച് യാത്രയാക്കി.